നമസ്കാരം. ഞാൻ ഡോക്ടർ സെറീൻ. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെയിറ്റ് ലോസ് ഡയറ്റിനെ കുറിച്ചാണ്. അപ്പൊ വെയിറ്റ് ലോസ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് പേര് പട്ടിണി കിടക്കുന്നുണ്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ കൊടവയറ് കുറയ്ക്കാനായിട്ട് ഒരു വിഭാഗം ആൾക്കാർ ആ രീതിയിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊന്നും നമുക്ക് ഒരുപാട് വ്യായാമം ഇല്ലാതെ അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് തടി കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് കാണാം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപയോഗപ്രദമായിരിക്കും ഈ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ ഒരു എന്താ പറയാ സജഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരു ആരോഗ്യം എപ്പോഴും കാത്തു സൂക്ഷിക്കുക. നമ്മൾ വെയിറ്റ് റിഡക്ഷൻ ചെയ്യുന്നതാണെങ്കിലും വെയിറ്റ് ഗെയിനിങ് ചെയ്യുകയാണെങ്കിലും എന്തൊക്കെ ആയാലും നമ്മൾ എന്താണ് ആരോഗ്യം കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കുക. അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യപരമായിട്ട് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ഒരു മാസത്തിൽ 1-2 kg മാത്രമേ നമ്മൾ കുറയ്ക്കേണ്ട കാര്യമുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ കുറയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് പയ്യെ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെ നമുക്ക് കുറയ്ക്കാനും സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം. അപ്പൊ ഇതിൽ എങ്ങനെയാണ് നമ്മൾ തടി കൂടുന്നത് എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം ഡയറ്റിലേക്ക് നമുക്ക് പോവാം കേട്ടോ. അപ്പൊ ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു ദിവസത്തേക്ക് നമുക്ക് 1000 കിലോ കലോറീസ് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? അല്ല. നമ്മൾ ഭക്ഷണം നമുക്ക് ടേസ്റ്റ് തോന്നുന്നതൊക്കെ അങ്ങ് കഴിക്കും അല്ലെ. അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിലധികം കലോറീസ് എന്തുണ്ടാവും നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിൽ എന്ത് സംഭവിക്കും? ഈ കലോറീസ് മൊത്തം എനർജി ആയിട്ട് കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടും അല്ലെ. അപ്പൊ ഈ എനർജീനെ സ്റ്റോർ ചെയ്യാനായിട്ട് അത് ഫാറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ശരീരത്തിൽ. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ തടി കൂടുന്നത് അല്ലെങ്കിൽ കൊടവയറ് വെക്കുന്നത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കഴിക്കുന്ന ഫുഡുകളിൽ ചില നിയന്ത്രണം എന്തായാലും വരുത്തണം. അപ്പോ അത് എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യമായിട്ട് ഒഴിവാക്കേണ്ടതെന്ന് വെച്ചാൽ മധുരമാണ്, പഞ്ചസാര. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഞ്ചസാര ആരും കഴിക്കാറില്ല അല്ലെ. പക്ഷെ നമ്മൾ കഴിക്കുന്ന പല മധുര പലഹാരങ്ങളിൽ കൂടിയാണ് ഈ പഞ്ചസാര നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ തടി കൂട്ടാനും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനും സാധിക്കുന്ന ഒന്നാണ് പഞ്ചസാര. അപ്പൊ നമ്മൾ മധുരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. അപ്പൊ മധുരം ഒഴിവാക്കാന്ന് പറയുമ്പോൾ ഏതൊക്കെ ഒഴിവാക്കണം? അപ്പോ അതില് ജ്യൂസ്, ഷേക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് വെച്ചാൽ അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ചോക്ലേറ്റ്, അതുപോലെ തന്നെ ഐസ്ക്രീം, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, അതുപോലെ തന്നെ സർബത്തുകൾ. ഇപ്പൊ പലരും പറയാറുണ്ട് സർബത്തുകൾ കുടിച്ചാൽ കുഴപ്പമുണ്ടോ? തീർച്ചയായിട്ടും സർബത്തിൽ അവർ നന്നായിട്ട് സിറപ്പ്, അതിന്റെ ഈ ഷുഗർ സിറപ്പുകൾ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ആ രീതിയിൽ വേണം നമ്മൾ പഞ്ചസാരയുടെ. അതുപോലെ ചായ, കാപ്പി, നമുക്കറിയാം സാധാരണ ആളുകൾ കുടിക്കുന്നതിൽ ചായയിലൊക്കെ നമ്മൾ അത്യാവശ്യം നന്നായി പഞ്ചസാര ചേർക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അത് നിർത്താം. മധുരം താരതമ്യേന കുറവെന്നല്ല, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നിർത്തി നോക്കാം. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മധുരം നിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു. പിന്നെ വേണ്ടത് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം. അപ്പൊ നിങ്ങൾക്ക് മുട്ടയുടെ വെള്ള കഴിക്കാം, നട്ട്സ് കഴിക്കാം, അതുപോലെ തന്നെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കാം, അതുപോലെ നിങ്ങൾക്ക് ചിക്കൻ കഴിക്കാം, അതുപോലെ മീൻ കറി കഴിക്കാം. പക്ഷെ ഒരു കാര്യം എന്താണ്, എല്ലാ ഇറച്ചി മീനൊക്കെ നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ അതൊക്കെ കറി ഫോമിൽ കഴിക്കണം. അതായത് ഒരിക്കലും അത് ഫ്രൈ ചെയ്തിട്ട് കഴിക്കരുത്. കറി ഫോമിൽ കഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കറി രൂപത്തിൽ നമ്മൾ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് അത്രയും പ്രശ്നങ്ങൾ വരില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റൈസ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വളരെ കഠിനമായിട്ടുള്ള കാര്യം തന്നെയാണ്. 3 നേരം റൈസ് കഴിക്കുന്ന ആളുകൾ വരെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ലോസ് നിങ്ങൾ തുനിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് റൈസ്. പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു നേരം നിങ്ങൾക്ക് റൈസ് കഴിക്കാം. പ്രത്യേകിച്ച് വെള്ളരി ഒട്ടും കഴിക്കാനായിട്ട് പാടില്ല. അപ്പൊ വെള്ളരി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ബ്രൗൺ റൈസ് നിങ്ങൾക്ക് കഴിക്കാം. ബ്രൗൺ റൈസ്, മട്ടരി, കുത്തരി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന അരിയാണ്. ആ അരി നിങ്ങൾക്ക് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് വളരെ നല്ലതാണ് ശരീരത്തിന്. താരതമ്യേന മറ്റേ അരിയിനേക്കാളും നല്ലതാണ് കേട്ടോ. വളരെ നല്ലത് എന്ന് ഉദ്ദേശിച്ചത് റൈസ് കഴിക്കുന്നത് എപ്പോഴും തടി കൂട്ടുന്നതാണ്. പക്ഷെ നമുക്ക് താരതമ്യേന ഇത് നല്ലതാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു തവിയൊക്കെ കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് വെജിറ്റബിൾസും അതുപോലെ തന്നെ നിങ്ങൾക്ക് മീറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ സാലഡുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് മറ്റു രീതിയിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാത്രിയിലെ ഫുഡാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാമോ, ഈ രാത്രിയിലെ ഫുഡാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് വെപ്പിക്കുന്ന ഒരു സംഭവം. അപ്പൊ രാത്രിയിലെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു 7 മണി തൊട്ട് 8 മണി വരെയുള്ള ടൈമിങ്ങിലാണ് നമ്മൾ എന്ത് കഴിക്കേണ്ടത്, രാത്രിയിലെ ഫുഡ് കഴിച്ചു തീർക്കേണ്ടത്. കാരണം അതിനുശേഷം പിന്നെ ഫുഡ് നിങ്ങൾ കഴിക്കാനായിട്ട് പാടില്ല. കാര്യം അത്രയും നേരം നമുക്കൊരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പോലെ, അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ചിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് പോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് നിങ്ങൾ ഒന്നും കഴിക്കരുതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു 7 to 8 o'clock വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, അപ്പൊ ഞങ്ങൾക്ക് തല കറങ്ങും കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ ഒരു 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്ക് ഇത് ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്കിത് വളരെ ഈസി ആയിരിക്കും, നിങ്ങൾക്ക് ഇത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ഒരു മാസം, ചില ആളുകൾക്ക് ഒരു മാസം കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നും, അതിനുശേഷം നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാറില്ല. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നേരത്തെ കെടുക്കുക എന്നുള്ളത്, അതായത് ഒരു ദിവസം കഴിഞ്ഞു, അതായത് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന രീതിയിൽ പോയി ഭക്ഷണം കഴിച്ചു, ഒരു 6 to 7 o'clock അല്ലെങ്കിൽ 7 to 8 നിങ്ങൾ കഴിച്ചു. അതിനുശേഷം നിങ്ങൾ ഉറക്കം വരുന്നു, ഡൈജഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അല്ലെ, 2 മണിക്കൂർ കഴിയുമ്പോൾ ഡൈജഷൻ നടന്നിട്ടുണ്ടാവും, പോയി കിടന്നുറങ്ങാനായിട്ട് പോയി കറക്റ്റ് ടൈം ഒരു 9 മണിയോട് കൂടി കിടക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ രാവിലെ എണീക്കുന്നു, എന്നിട്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുക ഒരു 8 o'clock. അപ്പൊ അത്രയും നേരം നിങ്ങളുടെ ഫാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അത്ഭുതകരമായിട്ടുള്ള മാറ്റം നിങ്ങളുടെ ശരീരത്തിന് വരും. അത്രയും ഡീറ്റെയിൽ ആയതുകൊണ്ടാണത്, നമ്മൾ അറിവുള്ളത് കൊണ്ടാണ് ഇത്രയും പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ കിടക്കാനും നമുക്ക് സാധിക്കും, ഡൈജഷൻ നടക്കുന്നത് കൊണ്ട്. ഇനി നമ്മൾ വെള്ളം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം. വെള്ളം കുടിക്കുമ്പോഴും രാത്രി നമ്മളൊരു 8 മണിക്ക് ശേഷം കുടിക്കാതിരിക്കുക വെള്ളം. കാരണം എന്താണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. ഉറക്കത്തിനും ഇതിലൊരു വലിയ റോൾ ഉണ്ട്. കൃത്യമായിട്ട് ഉറങ്ങുന്നത് നമ്മുടെ വെയിറ്റ് ലോസിന് സഹായിക്കും, നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും അതുമൂലം നമുക്ക് വെയിറ്റ് ലോസ് കുറയാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് രാത്രി ഉറക്കം നിർബന്ധമാണ്. രാവിലെ നമ്മൾ ഉറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ പകൽ സമയത്ത് ഉറങ്ങാതിരിക്കുക, രാത്രി കൃത്യമായിട്ട് ഉറങ്ങാനും ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലക്കറികൾ, പ്രത്യേകിച്ച് മൾബറിയുടെ ഇലയൊക്കെ തോരനായിട്ട് വെക്കാം. മുരിങ്ങ ഇല നല്ലൊരു ഔഷധമാണ്. വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മുരിങ്ങ ഇല യൂസ് ചെയ്യാം. എല്ലാത്തരം ഇലകൾ, ചീരയില, മുരിങ്ങയില, മത്തനില, പയറില, ഇതൊക്കെ ഇലവർഗ്ഗങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ കറികളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. മനസ്സിലായോ? പിന്നെ അതുപോലെ പഴവർഗ്ഗങ്ങളിൽ മധുരം ഇല്ലാത്ത പഴവർഗ്ഗങ്ങൾ, എക്സാമ്പിള് പേരക്കായ, അതുപോലെ മധുരം കുറവുള്ളത്, പഴുപ്പ് കുറവുള്ളത് നമ്മൾ യൂസ് ചെയ്യുക. ആ രീതിയിൽ നമുക്ക് മറ്റ് എല്ലാ തരത്തിലുള്ള അവക്കാഡോ കഴിക്കാം, അതുപോലെ തന്നെ കിവി കഴിക്കാം, അതുപോലെ തന്നെ മധുരം കുറവുള്ള ഫ്രൂട്ട്സുകൾ, പഴുപ്പ് കുറഞ്ഞ ഫ്രൂട്ട്സുകൾ, പപ്പായൊക്കെ പഴുപ്പ് കുറവാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ നെല്ലിക്ക വെയിറ്റ് കുറയ്ക്കാനായിട്ട് അതിവിശേഷമാണ്. നിങ്ങൾക്ക് ഡെയിലി 1-2 നെല്ലിക്ക കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഉച്ചയ്ക്കും രാത്രി സമയത്ത് നമ്മൾ ഓരോ ബൗള് സാലഡ് കഴിക്കണം. നമ്മുടെ റൈസിന്റെയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇപ്പൊ ചപ്പാത്തിയോ അല്ലെങ്കിൽ റാഗി വെച്ചിട്ടുള്ള ദോശകളോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് എന്ത് കഴിക്കാം, സാലഡുകൾ കഴിക്കാം. അതായത് കുക്കുംബറോ ക്യാരറ്റോ അങ്ങനെയൊക്കെയുള്ള സാലഡുകൾ, കുറച്ച് ലെമൺ ജ്യൂസ് തൂവി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. കുറച്ച് യോഗേട്ട് ചേർക്കാം, ആ രീതിയിൽ നമുക്ക് കഴിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഡയറ്റ് ഒക്കെ തെറ്റുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ പുറത്തു പോകാതിരിക്കുക, ഒക്കേഷൻസ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഭക്ഷണം നല്ല രീതിയിൽ നോക്കി മാത്രം കഴിക്കാം. അവിടെ ഇപ്പൊ ഞാൻ പലപ്പോഴും ഒക്കേഷൻസിലൊക്കെ പോകുമ്പോൾ അവിടെ സാലഡുകളൊക്കെ വെച്ചിരിക്കുന്ന ഒക്കേഷൻസ് ആണ് കൂടുതലും കാണാറുള്ളത്. നമുക്കറിയാം നമ്മൾ വെയിറ്റ് ലോസിലാണെന്ന്. അപ്പൊ നമ്മൾ ആ രീതിയിൽ ഒക്കേഷൻസിലൊക്കെ കുറച്ച് മാത്രം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ അവിടെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ക്രമീകരണം ഒക്കെ വരുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലാതെ നമ്മൾ വെയിറ്റ് ലോസിൽ പോകുന്നു, അതിന്റെ ഇടയിൽ പോയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒക്കേഷനിൽ പോയിട്ട് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫാറ്റ് കൂടുന്ന രീതിയിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റ് എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അത് നമ്മൾ ചെയ്തത് മുഴുവൻ വെള്ളത്തിലാകും അല്ലെ. അപ്പൊ ആ രീതിയിൽ ശ്രദ്ധിക്കുക. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരു പ്ലാനിൽ കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പുറത്തു പോകുമ്പോൾ കഴിക്കേണ്ട ഫുഡുകൾ പ്രത്യേകിച്ച് തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത് എനിക്ക് പറയണം. പിന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട്. വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് കൂടുതൽ ആൾക്കാരും ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ. അതായത് അവർക്ക് ഇപ്പോൾ ഫീൽഡ് വർക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നടക്കേണ്ടി വരും അല്ലെ. പക്ഷെ ഇത്തരം ആളുകളിൽ ഫുൾ ടൈം ഇരുന്ന് ജോലിയാണ്, പ്രത്യേകിച്ച് IT ജോബ് ഒക്കെ ആണെങ്കിൽ
കൂടുതൽ നേരം ഇരുന്ന് ജോലിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരം അവസരങ്ങളിലൊക്കെ നമുക്ക് സ്ട്രെസ്സും നല്ല രീതിയിൽ കൂടും. അപ്പൊ അത് സ്ട്രെസ് കുറയ്ക്കുക, വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ കുറച്ചു നേരമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നതിന്റെ ഇടയിൽ കുറച്ചു നേരം നിന്ന് കുറച്ചൊന്ന് നടന്ന് പിന്നെ ഒന്ന് വർക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഒരു 30 മിനിറ്റൊക്കെ ജെന്റിൽ വാക്ക് ഡെയിലി ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യം കുറച്ചും കൂടി മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസിന് അത് സഹായിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മില്ലറ്റ്സ്. അപ്പൊ മില്ലറ്റ്സ് എന്ന് പറയുന്നത് ചെറുധാന്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡയറ്റ് നമ്മൾ പറഞ്ഞു ഓട്ടോമാറ്റിക്കലി, പക്ഷെ ഇതെന്താ ആ സമയത്ത് പറയാത്തതെന്ന് വെച്ചാൽ ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് ഈ മില്ലറ്റ്സ്. അതായത് മില്ലറ്റ്സിന്റെ പേര് പറയുകയാണെങ്കിൽ കമ്പം, ചോളം, റാഗി, തിന, കൂവരക്, ചാമ, അതുപോലെ തന്നെ വരക്, കവടപ്പുല്ല്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇതാണുള്ളത്. അപ്പൊ ഇത് നമുക്ക് കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ്. അപ്പൊ നമ്മുടെ ശരീരത്തില് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാകും, പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ചെറുധാന്യങ്ങളാണ്. നമുക്കറിയാം ചെറിയ ചെറിയ പക്ഷികളൊക്കെ കഴിക്കുന്ന ധാന്യമാണ് ചെറുധാന്യങ്ങൾ. ഇത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാക്കാനും നമുക്ക് എനർജറ്റിക് ആയിട്ട് എപ്പോഴും ഇരിക്കാനും, ചെറിയ പക്ഷികളൊക്കെ കണ്ടിട്ടുണ്ടോ, അവർ എപ്പോഴും എനർജറ്റിക് ആണ്, ഒരു നിമിഷം അവർ വെറുതെ ഇരിക്കില്ല അല്ലെ. ആ രീതിയിൽ എനർജറ്റിക് ആവാനായിട്ട് ഈ മില്ലറ്റ്സ് നമ്മളെ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റൈസിന് പകരം മില്ലറ്റ് റൈസ് ഒക്കെ ഉപയോഗിക്കാം. കഞ്ഞി പോലെ മില്ലറ്റ്സ് ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ നമ്മൾ വളരെ എനർജറ്റിക് ആവാനും പെട്ടെന്ന് വെയിറ്റ് റിഡക്ഷൻ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ പ്രമേഹ രോഗികൾക്ക് മില്ലറ്റ്സ് വളരെ നല്ലതാണ് കഴിക്കുന്നത്. എല്ലാതരം ആളുകൾക്കും മില്ലറ്റ്സ് വളരെ നല്ല ആരോഗ്യ പ്രാധാന്യമുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ ആരോഗ്യ പ്രാധാന്യം കൂടുതലായതുകൊണ്ടാണ് മോസ്റ്റ്ലി എല്ലാ ആളുകളും ഈ ഒരു മില്ലറ്റ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് മില്ലറ്റ്സ് നിങ്ങളുടെ ഡയറ്റിന്റെ ഒരു ഭാഗമാക്കാം. വളരെ നല്ല ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. നിങ്ങളുടെ തീർച്ചയായിട്ടും വെയിറ്റിൽ നല്ല മാറ്റം വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും പറഞ്ഞ രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താണെങ്കിൽ ഒരിക്കലും നിങ്ങളെ ഇത് ഹെൽപ്പ് ചെയ്യില്ല. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഔഷധങ്ങൾ വഴിയും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇതിനേക്കാളും എളുപ്പമാണ്. കാര്യം ഔഷധങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. ചെറിയ രീതിയിലുള്ള ഡയറ്റ് മാത്രം മതി. ഓക്കെ, അപ്പൊ ഔഷധങ്ങളിലൂടെയും നിങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. അപ്പൊ അത്തരം രീതിയിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തണം, കൊടവയറ് കുറയ്ക്കണം, വെയിറ്റ് റെഡ്യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ക്ലിനിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.